Good morning, sir. Morning, sir. Morning, sir. Morning. Sit down, please. Cheers, Mr. Ravi Maman. My apologies to all of you for the delay. Cheers, Mr. Ravi Maman. So, Vengi, you are... Well, do you see me here, Mr. Ravi? Yes, I do. Okay, then. Let us come to our project. Sorry, it will have to wait. Wait? Yes. Hey, Mr. Nair. What is this? അല്ല രവി, മിസ്റ്റർ വില്യംസ്. ചന്ദ്രേട്ടൻ ഈ തൊലി വെളുത്തവന്മാരോട് അധമത്വം തീർന്നില്ല ഇപ്പോഴും അല്ലേ? Sorry. Look, Mr. Williams. Yes? You are being paid for every fraction of a second you spend here. And not a single penny is due your way so far. So when I ask you to wait, just do that. Shit. Then Vengi. I have requested for an extension. No, rejected. നാളെ നീ സൈറ്റിലുണ്ടാവണം ഏത് സമയത്തും. And you three. Yes. Sir. This will not work. വിത്ത് കുത്തിയിട്ടാൽ കുമ്പളം മുളയ്ക്കുന്നത് പോലെ ഡോളർ മുളച്ചു പൊന്തുമെന്ന് കണക്കൂട്ടുന്ന നിങ്ങളുടെ ഈ പ്രോജക്ട് സ്റ്റഡി ഉണ്ടല്ലോ, I would call it a pipe dream. Marianne. Sir. Go ahead with your payments. Yes, sir. നിനക്ക് നാളെ മുതൽ പണം ഡ്രോ ചെയ്ത് തുടങ്ങാം. But നീ സജസ്റ്റ് ചെയ്ത ഫെർട്ടിലൈസർ ഷെയർസ് we are not buying them. But, sir. No chance. Mr. Haynes. Yeah? ചേട്ടൻ ഒരു അല്പം കൂടെ ഒന്ന് കാത്തിരിക്കേണ്ടി വരും for the clouds to clear. Okay. ഏറിയാലൊരു 3 ആഴ്ച. I'll give you the signals by then. Well, boss, but we have a Shit! Stop this, I say! How dare you, Mr. Ravi? How dare you humiliate me like this? How dare you keep me waiting when you finish with your chumchas? And that too in the presence of such colored creeps. Shut up, you! Look, Mr. Ravi, I will not tolerate this. Never! I am British. I am a British citizen. ഓഹോ, അപ്പൊ അതാണ് നിന്റെ പ്രശ്നം, that you are British. നിന്റെ നിറം, നിന്റെ ഒടുക്കത്തെ ബ്രിട്ടീഷ് പെരുമ. ജാസ്മിൻ, ആ കള്ളെടുത്ത് മാറ്റാൻ അവന്റെ മുമ്പിൽ നിന്ന്. ആ കള്ളെടുത്ത് മാറ്റാൻ പ്ലീസ്. Yes, sir. Hey, what is this, Mr. Ravi? For you the meeting is over, Mr. Williams. What? I said the meeting is over for you. മീറ്റിംഗ് മാത്രമല്ല, തന്റെ ബ്രിട്ടീഷ് കമ്പനിയും ഞാനുമായിട്ടുള്ള സകലമാന ഇടപാടുകളും ദാ ഇന്ന് ഈ നിമിഷം ഇവിടെ അവസാനിക്കുന്നു. Over forever. You can claim damages. Come on, man. I don't understand you. You don't understand? No, I don't. നിന്റെ മാതൃഭാഷയെ പറഞ്ഞാൽ പോലും നിനക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല പച്ച മലയാളത്തിലാവാൻ കളി. എന്താ മനസ്സിലാവും എനിക്ക്? മലയാളം. What? Come on. Speak my language. Speak in English, man. Yes, I can speak your language, but you cannot. You cannot speak mine. Your language? Any fool can. Well, then you too can. Come on, പറയണം. Can you say അമ്പലപ്പുഴ? Ambulapusha? What is that? പുഴയല്ല സായിപ്പേ, പുഴ. പൂവമ്പഴത്തിനിഴ. അമ്പലപ്പുഴ. എന്താ വഴങ്ങോ തന്നെ താമിന്? What Ambulapusha? Why do you want me to say that? Are you crazy, Mr. Ravi? എടോ സായിപ്പേ, പണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ മഹാരാജ്യം പിടിച്ചടക്കിയപ്പോ ബക്കിംഗ്ഹാമിലെ കെട്ടിലമ്മമാർക്ക് മംഗളപത്രം എഴുതാനും മെക്കാളമാർക്ക് ഗുമസ്തപ്പണി ചെയ്യാനും വേണ്ടി ആംഗലേയം എന്ന സോ കോൾഡ് വിശ്വഭാഷ പഠിച്ചവനാ മലയാളി. മറാഠിക്ക് കണക്കെഴുതാനും മാർവാടിക്ക് പലിശ പെരുക്കാനും പട്ടാളത്തിൽ പഴിക്കാനും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗം ഗ്രഹിക്കാനും സർവോപരി ഭാരത പൗരനാകാനും വേണ്ടി രാഷ്ട്രഭാഷ പഠിച്ചവനാ മലയാളി. സോ നൗ ഇറ്റ്സ് യുവർ ടേൺ. വെറും ഒരു മലയാളി മാത്രമായി എന്റെ സ്ഥാപനത്തില് ശമ്പളവും കമ്മീഷനും ആണ്ടോടാണ്ട് ആർഭാടപ്പണവും പറ്റി ഉണ്ടും കുടിച്ചും പുട്ടടിച്ചും കൂത്താടുന്ന നിനക്ക് എന്റെ ഭാഷ മനസ്സിലാവണം, നല്ല വെണ്ണ പോലെ ദഹിക്കണം, ദാ ഇവരെയൊക്കെ പോലെ. ഇല്ലെങ്കിൽ that's your problem. Your problem of acute cerebral indigestion. രവി പ്ലീസ്, എന്താ ഇത്? കാളചന്ദ്രേട്ടാ, കഴിഞ്ഞതാ ഇവന്റെയൊക്കെ കാലം. ഇംഗ്ലണ്ടിലെ പെട്രോൾ ബങ്കുകളിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ നിന്ന സായിപ്പന്മാര് ഇവിടെ വന്ന് എണ്ണ കമ്പനിയുടെ ചെയർമാനും ജനറൽ മാനേജറും ഒക്കെ ആയിരുന്നത് പണ്ട്. അത് പഴയ കഥ. ഇന്നിപ്പോ ഇവിടത്തുകാർക്കും ആയിപ്പോ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ. ഇനി അങ്ങോട്ട് ഈ നാട്ടിൽ നിന്ന് പിഴക്കണമെങ്കിൽ ഈ ഇടുപ്പിളക്കി പണിയെടുക്കേണ്ടി വരും ഈ ജാതി വെള്ളാനകൾക്ക്. ദാ വായിച്ചില്ലേ ഇവന്റെ പ്രപ്പോസൽസ്? ലണ്ടനിലെ ഇവന്റെ മദർ കൺസേൺ നമ്മുടെ ഓഫ് ഷോർ പ്രോജക്റ്റിൽ മുതലിറക്കണമെങ്കിൽ നമ്മൾ ചെല്ലും ചെലവും കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന ഈ കുമ്പളപ്പുഴുവിന്റെ മഹത്തായ സേവനം ഇനിയും നമുക്ക് നീട്ടിക്കിട്ടണമെങ്കിൽ, അങ്ങനെ രവിമാമൻ ഗ്രൂപ്പിന് മേൽഗതി ഉണ്ടാവണമെങ്കിൽ ഇതിലുണ്ട് ഇവന്റെ സജഷൻസ്, സോറി കണ്ടീഷൻസ്. അതായത് പകലന്തിയോളം പൊരിവെയിലത്ത് പണിയെടുക്കുന്ന മലയാളിയുടെയും മറ്റിന്ത്യക്കാരന്റെയും ശമ്പളം 4/3 വെട്ടിച്ചുരുക്കണം. വീട്ടുവാടക അലവൻസ് നിർത്തലാക്കണം. അതും പോരാഞ്ഞ് ഇന്ത്യക്കാരന്റെയും കറുത്തവന്റെയും കുഞ്ഞുകുട്ടി പരാധനങ്ങളെ കെട്ടും ഭാണ്ഡവും കെട്ടി രായ്ക്ക് രാമാനം നാട് കടത്തണം. എന്നിട്ട് ഇവന്റെയൊക്കെ സാലറിയും പേർക്സും മറ്റു ബെനിഫിറ്റ്സും പേറ്റ് ചെലവടക്കം ഉയർത്തണം. പറ്റിയാൽ ഇരട്ടിപ്പിക്കണം. ദാറ്റ്സ് ഇറ്റ്. എടോ മിസ്റ്റർ ആദർ വില്യംസ് ജൂനിയർ, മേലിൽ ഇങ്ങനെ മലയാളിയുടെ അണ്ണാക്കിലും മണ്ണുവാരി ഇട്ടിട്ട് മലർന്നിരുന്നുണ്ടില്ല നീയൊന്നും. അറ്റ്ലീസ്റ്റ് ഇൻ മൈ ഗ്രൂപ്പ് ഓഫ് കൺസേൺസ്. എന്നാ വെച്ചോ,
And Mr. Williams, your contract stands terminated from this very moment onwards. You can go. You dirty cheat! Stop that! ഇപ്പൊ പറഞ്ഞത് മാത്രമല്ല, ഇവരെയൊക്കെ ചൂണ്ടി ഞാൻ പറഞ്ഞില്ലേ, ചംചാസ്, stupid Indian idiots and colored creeps എന്നൊക്കെ. ഇനി ഒരൊറ്റ തവണ കൂടെ അത് പറയാൻ നിന്റെ നാവ് പൊന്തിയാലുണ്ടല്ലോ, ചവിട്ടി നിന്റെ കുറുനാവ് പിഴുതെടുക്കാൻ ഞാൻ. Now better you fly back to London or to hell. Mr. Nair, please, can I join you for a drink? Well, if you feel so. Thanks a lot. അപ്പൊ പറയണം മിസ്റ്റർ വെങ്കടേശ്വരൻ, വാട്ട്സ് യുവർ പ്രോബ്ലം? Sir, proposed plans ല് പെട്ടെന്ന് വന്ന ചേഞ്ചസ് ലൈക്ക് അപ്പൊ നീ ഇതുവരെ പോയില്ലേ നാട്ടിലല്ലേ? അല്ല സർ, അതിനിതുവരെ. പിന്നെ എപ്പോഴാണ് മൂക്കി പല്ലി മുളച്ചിട്ടോ? ഏ? നീ നാട്ടിൽ പോകുമ്പോ ഓർത്തണം, ഇവനൊരു പെണ്ണ് അന്വേഷിക്കാൻ. ശരി സർ. സർ ഇത് നോ വെങ്കി, എനിക്കറിയാം പ്ലാൻസ് കാണാപ്പടം, വെറുതെ ഫ്ലിംസി എക്സ്ക്യൂസസ് വേണ്ട. അല്ല രവി. നോ, ഇത്തവണ ചന്ദ്രേട്ടനും കഴിയില്ല ഇയാളെ രക്ഷിക്കാൻ. രവി ഞാൻ 1.5 വർഷം, അതാണ് പണി തീർക്കാൻ അറബി അനുവദിച്ചു തന്നിരിക്കുന്ന കാലാവധി. ഇതിനോടകം 4 തവണ ഞാൻ എക്സ്റ്റൻഷൻ ചോദിച്ചു കഴിഞ്ഞു. ഗ്രാൻഡഡ് ബട്ട് നോട്ട് എനിമോർ. ഇനി അയാളുടെ മുമ്പിൽ നിന്ന് അവധിക്കിരുന്നാൽ അയാൾ മുഖവട ചാട്ടും, അല്ലെങ്കിൽ ഇന്ത്യക്കാരന്റെ കഴിവുകേടെന്ന് പറഞ്ഞ് പരിഹസിക്കും. ഐ വുഡന്റ് സ്റ്റൂപ്പ് ടു ദാറ്റ്. ഇനി കൃത്യം 90 ദിവസം, അതാണ് തന്റെ ഡെഡ് ലൈൻ, മറക്കണ്ട. ബൈ. ലുക്ക് രവി, ഈ 90 ദിവസം എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ലേബർ, എക്സ്ട്രാ മെഷീനറീസ് എല്ലാം കൂടി എത്ര നഷ്ടം വരും അറിയോ കമ്പനിക്ക്? അറിയാം. അപ്രോക്സിമേറ്റ്ലി ടു ദ ട്യൂൺ ഓഫ് $1 million. യെസ്, ദാറ്റ്സ് റൈറ്റ്. ഇനി പറ, ചന്ദ്രേട്ടൻ ഏതാ വലുത്, മാനമോ പണമോ? അല്ല, സംശയിക്കേണ്ട, മാനം. മിസ്റ്റർ വെങ്കടേശ്വരൻ സർ, ഈ ബിൽഡിംഗിന്റെ കോൺട്രാക്റ്റിൽ നമ്മളോടൊപ്പം മത്സരിച്ച അമേരിക്കൻ കമ്പനിയിൽ ഒരു ബെറ്റർ ജോബിന് താൻ ട്രൈ ചെയ്യുന്നുണ്ടല്ലേ? എന്നിട്ട് എത്ര തരാമെന്ന് ഏറ്റുവർ ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ കുഴപ്പിക്കുന്നതിന്? വെങ്കി, നാട്ടിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, അത്യാഗ്രഹത്തിന്റെ പേരിൽ ഇവിടെ ചെയ്തു പോയ സൈഡ് ബിസിനസ്സുകൾ, പിന്നെ പ്രസ്റ്റീജിയസ് സ്കൂളുകളിൽ മക്കളുടെ പഠിപ്പ്, എല്ലാം കൂടെ ബാധ്യതകൾ ഒരുപാട് വരുത്തി വെച്ചിട്ടുണ്ട് താൻ, എനിക്കറിയാം. സോ പണമാണ് തന്റെ പ്രശ്നമെങ്കിൽ തനിക്ക് എന്നോട് ചോദിക്കാം, എത്ര വേണമെങ്കിലും. അല്ലാതെ എന്നെ വിൽക്കരുത്, അഥവാ വിറ്റാൽ തന്നെ സ്വയം വിൽക്കരുത്. ദാറ്റ് കിൽസ് യു. ഹലോ. ആഹാ, ഇതെപ്പോ ലാൻഡ് ചെയ്ത് മാഡം? നന്നായി, നല്ല ആളാ. കിട്ടുന്ന നേരിട്ട് തന്നെ വാങ്ങിച്ചോളേ. ഇച്ചാൻ ഇവിടെ തന്നെ ഉണ്ട്, കൊടുക്കണോ? ആരാടാ? ആലീസ. എവിടെന്ന്? ഇവിടുന്നാ, ദുബായിന്ന്. വന്നിറങ്ങി വീട്ടിൽ ചെന്നപ്പോ വീട് ശൂന്യം. ഓഫീസിൽ വിളിച്ചപ്പോ ഇച്ചാനില്ല, കൂടെ ഫ്രണ്ട്സും ഉണ്ടേ. അതുകൊണ്ട് ഉള്ള സമയം ചെത്താൻ ഇറങ്ങിയെന്ന്. ഇച്ചാന് തരട്ടെന്ന് ചോദിച്ചപ്പോ അയ്യോ വേണ്ടേന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. ആ, ഇങ്ങോട്ട് ഇറങ്ങി വാടി. What has happened? What's the problem? ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. Oh my God. You put the cigarette down. Hi, Jaya. നിന്നോടൊരു 100 തവണ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇത് എയർക്രാഫ്റ്റ് അല്ല, ഇങ്ങനെ പറപ്പിക്കരുത്. അയ്യോ, ഇജയ വിട. രാക്ഷസൻ. ഇജയ, ഇനി വന്നേ. Friends, meet my only brother, my only sister, my father, my mother, എല്ലാം. The legendary Ravi Maman. Hi. ഏതാടി ഈ തെമ്മാടികൾ? All trainee pilots. എന്നെ പോലെ തന്നെ. പ്രതീക്ഷിക്കാതെ ഒരു 3 ദിവസത്തെ അവധി വീണ് കിട്ടിയപ്പോ ഡൽഹി നിവളുമാരിയും കൊത്തി ഒരൊറ്റ പറക്കൽ പറഞ്ഞതാ ഞാൻ. വിളിച്ചു പറയണ്ട, ഇച്ചാൻ ഇതൊരു സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചു. ആ പിന്നെ ചന്ദനങ്ങൾ യോട്ടിൽ വിളിച്ചിട്ട് ആ ക്രൂവിനോടെ ഒന്ന് ചാടി ചാടി നിൽക്കാൻ പറയണം. ഇവളുമാരെയും കൊണ്ടൊന്ന് വെലസണം എനിക്ക്. എന്റെ ഇച്ചായന് ദുബായിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് പായ് കപ്പലുണ്ടെന്ന് പറഞ്ഞപ്പോ വിശ്വാസം വരുന്നില്ല ഇവളുമാർക്ക്. അങ്കിൾ പ്ലീസ്, ഇവളുമാരുടെ മുന്നില് എന്നെ കൊച്ചാക്കല്ലെന്നൊന്നും പറഞ്ഞ് ഈ രാക്ഷസനോട്. ഇച്ചായ പ്ലീസ്. പക്ഷേ നിന്റെ ഈ തലതെറിച്ചോളമാരോട് പറഞ്ഞേക്കണം,
നോ സ്മോക്കിംഗ്, നോ ഡ്രിങ്കിങ് ആൻഡ് സ്ട്രിക്ട്ലി നോ എസ്കേപ്പേഴ്സ്. നല്ല പൊന്നിച്ചായൻ. താങ്ക് യു. അയ്യോ അത് മറന്നു. ഇച്ചായ, അതെ പറ 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 പറ, ഏതാ അവള്? അവളോ? ഏതവള്? ഓഫീസിൽ വിളിച്ചപ്പോ ലേന പറഞ്ഞല്ലോ ഇച്ചായന്റെ കൂടെ സർപ്രൈസ് പോലെ ഒരു പുതിയ Y2K വന്ന് ചാടിയിട്ടുണ്ടെന്ന്. Y2K? ആ അതേന്ന്, Y2K. ഒരു സുരയ്യ, ഒരു ഡമുക്ക് പെണ്ണ്, ഒരു ഒരു അഞ്ജലി ഭക്തിയാർ. ഏതാ അവള്? ചരക്ക. പിന്നെ ചവിട്ടിന്റെ. ഏതായാലും കേട്ടെടുത്തോളം നമുക്ക് വേണ്ട ഇച്ചായ. അതെ, ഇവിടെ പകരം കയറ്റിയിരുത്തുന്നത് ഒരു നല്ല പെണ്ണിനെ അല്ലെങ്കിൽ സൂസന്നെ പിണങ്ങും, മറക്കണ്ട. സോറി ചായ, ശരിക്കും സോറി. പ്ലീസ് പ്ലീസ് ബി ഓൾ റൈറ്റ്. Hey, Chinese all right, ra. Modichille. Have a good time. താങ്ക് യു ചായ. Bye. ബൈ. ചന്ദ്രേട്ടാ, യോട്ടിൽ വിളിക്കുമ്പോ അവന്മാരോടൊന്ന് പറഞ്ഞേക്കണം ടു ടേക്ക് എക്സ്ട്രാ കെയർ. ഡൺ. കണ്ണ, ഗുരുവായൂരപ്പ നല്ലത് വരുത്തണേ കൃഷ്ണ. ഈശ്വര. Hello. Yes, Swaminathan here. Hello. ഹലോ, ഗുഡ് മോർണിംഗ്. വിക്ടർ ആണ് സാർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. Hello. Good morning. പിന്നെ നമ്മുടെ കേസിന്റെ കാര്യത്തിൽ പെട്ടെന്ന് ചില പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ട് സാർ. സാറേ, ഇതിപ്പോ ഇന്നാണല്ലോ ശരിക്കും കോടതി ഡിസിഷൻ വരാനുള്ളത്. പക്ഷെ ഇതിപ്പോ ബൈ ഗോഡ്സ് ഗ്രേസ്, അല്ലാഹ് കരീം നമ്പുരാന്റെ കൃപ കൊണ്ട് ഒക്കെ ചുറ്റി വളഞ്ഞ് നമ്മുടെ വഴിക്ക് തന്നെ വരുന്നുണ്ട് സാർ. വിക്ടറിന്റെ പ്രാർത്ഥന ഉണ്ട് സാർ. ഇല്ല, എന്റെ വക്കീൽ എന്റെ കൂടെ തന്നെ ഉണ്ട്. ഡീറ്റെയിൽസ് ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് പറയാം സാർ, നേരിട്ട് പറയാം സാർ. എത്തുമ്പോഴേക്കും സാറിന് റെഡി ആയിരുന്നെങ്കിൽ. Oh. ഓക്കെ സാർ, ഓക്കെ. പ്രൈസ് ദ ലോർഡ്. വക്കീലേ, പ്രൈസ് ദ ലോർഡ്. ബാബു, വണ്ടി എടുത്ത്. കണ്ടില്ലേ, കേസിന് ആവശ്യമുള്ള കടലാസുകളാ. പണ്ടിതിനൊക്കെ വെളിപ്പുറത്ത് 4-5 സെക്രട്ടറിമാരായിരുന്നു അച്ഛന്. ഇന്നിപ്പോ ഒക്കെ തനിച്ച് വേണം ചെയ്യാൻ. ഞാൻ അമ്മൂനോട് പറയായിരുന്നേ, ഇവിടെ ഒരാള് രാവിലെ പൂജാമുറി കയറി കഥകടച്ചതാണ്, ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല, ഒരു സഹായത്തിന് വിളിച്ചാൽ കിട്ടില്ല എന്ന്. താനിങ്ങനെ നിത്യവും കരഞ്ഞു കരഞ്ഞ് ഈശ്വരന്മാർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈയിടെയായിട്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ തനിച്ച് തന്നെ ചെയ്യണമെന്ന് വാശി പിടിക്കാതെ ആരെങ്കിലും സഹായത്തിന് വിളിക്കായിരുന്നു രവിയുടെ ഓഫീസിൽ നിന്ന്. അതിനും മാത്രം ഭാരിച്ച ജോലി എന്താ ഇവിടെ ഉള്ളത്? അയ്യോ. ഓക്കേ, ഐ ആം ഓൾ റൈറ്റ്. താനെ ആ ഡോക്ടറെ ഒന്ന് വിളിച്ചിട്ട് കാണാനൊരു സമയം ചോദിച്ചു വെക്കണം നാളത്തേക്ക്. ഒന്നും ഉണ്ടായിട്ടല്ലടൂ, വെറുതെ ഒരു ഉൾഭയം. പണ്ട് ബോംബെയിൽ നിന്ന് വെറും കൈയോടെ വന്നിറങ്ങിയ ഒരു സാധാ കണക്കെഴുത്ത് ഗുമസ്തൻ ദുബായിലെ ബിസിനസ് സർക്കിളിൽ കോടികൾ വീശിപ്പിടിക്കാൻ തുടങ്ങിയപ്പോ ഇവിടുത്തെ പഴയ ബ്രിട്ടീഷുകാർ പോലും വാഴ്ത്തിയിട്ടുണ്ട് ഈ പാവം പട്ടരെ ഡെയർ ഡെവിൾ, ധീരശൂര പരാക്രമി എന്നൊക്കെ. എന്നിട്ടിപ്പോ ദാ ഭയം, ആങ്സൈറ്റി, ഇൻസോംനിയ, പാരാലിറ്റിക് സ്ട്രോക്ക്. മടുത്തടോ ഈ അവസ്ഥ. കിട്ടാക്കടങ്ങൾ ഒരുപാടുണ്ട്, എഴുതിത്തള്ളാം. പക്ഷേ ഒരു ജീവിതം കൊടുക്കാൻ നമ്മൾ എടുത്തു വളർത്തിയ പാവം നമ്മുടെ മോക്കും
പിന്നെ തനിക്കും ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചു എന്നൊരു പഴി കേൾക്കാൻ പാടില്ല മരിക്കുമ്പോ. എന്തിനാ ഇങ്ങനെ വെറുതെ ഓരോന്നൊക്കെ? ബാംഗ്ലൂർ പിടിച്ചിട്ട് ലൈൻ കിട്ടുന്നില്ല. ഇനി താനൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അമ്മൂനെ.